ഇന്ന് ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ സ്പെഷ്യലാകട്ടെ കാണിക്കുന്നത്. അപ്പം ഇലക്കറി എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹം വന്നപ്പോൾ നമ്മൾ പറമ്പിൽ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ നോക്കിയേ, ചേമ്പിൻ്റെ ഇലയും ചേമ്പിൻ്റെ തണ്ടും തോരൻ വെക്കുന്ന ഒരു ചേമ്പിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചേമ്പിൻ്റെ താളെല്ലാ വീട്ടിലും നമ്മൾ തോരൻ വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ചേമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പ്രോട്ടീൻ ചീര എന്നും അറിയപ്പെടും, ചീര ചേമ്പെന്നും അറിയപ്പെടും. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയും കൂടെ തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ തണ്ട് മാത്രമാണല്ലോ വെക്കുന്നത്. അങ്ങനെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും സാധാരണ നമ്മൾ എങ്ങനെയാണോ തോരൻ വെക്കുന്നത് അതേപോലെ തന്നെ. അപ്പോൾ മമ്മി ഇതെല്ലാം കൂടെ അരിഞ്ഞു സെറ്റാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിക്ക് ഹെൽപ്പായിട്ട് ഇച്ചിരി തേങ്ങ ചിരണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ തോരൻ വെക്കണം. അപ്പോൾ തേങ്ങ ചിരണ്ടി ഞാൻ കൊടുത്തു. അങ്ങനെ നമുക്ക് എപ്പോഴും നമ്മൾ നോൺ വെജൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇടയ്ക്കൊരു ഇലക്കറികളൊക്കെ കൂട്ടണ്ടേ. അപ്പോൾ നമ്മൾ പറമ്പിൽ ഇറങ്ങി നോക്കുമ്പോൾ ഇതൊക്കെയാണ് കണ്ടത്. അപ്പം വിചാരിച്ചു മുരിങ്ങയില വെക്കണോ ഇത് വെക്കണോ എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മളെങ്കിൽ പിന്നെ ഇത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മമ്മി ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ കടുക് പൊട്ടിച്ച് സാധാരണ പോലെ തന്നെ എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, എല്ലാം പച്ചമുളകും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി അതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള അരിഞ്ഞു വെച്ച് ചീരയൊക്കെ ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇലയും ചേമ്പിൻ്റെ താളും കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് മിക്സാക്കി കൊടുക്കണം. ചേമ്പിൻ്റെ ഇല നമ്മൾ സാധാരണ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞ് എടുക്കണം. താളാണെങ്കിലും താള് കൊത്തി കൊത്തി അരിഞ്ഞാണ് ഞങ്ങൾ എടുത്തത്. അപ്പം അതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ഉപ്പും ചേർക്കുക. നമ്മളെങ്ങനെയാണ് തോരൻ വെക്കുന്നത് അതേപോലെ തന്നെ തോരൻ വെക്കാം. എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ പറമ്പിൽ ഇതുണ്ടോ എന്ന്. അപ്പം എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നി, കാരണം ഞാൻ ആദ്യമായിട്ട് വെക്കുവാണ് ഇത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പറമ്പിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പറിച്ചിടയ്ക്ക് ഇലക്കറികളൊക്കെ ആയിട്ട് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങയെല്ലാം ചേർത്ത് ഇളക്കി അടച്ച് മൂടി വെച്ചു. എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് എന്തായാലും സൂപ്പർ ലഞ്ചായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇലക്കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. നമ്മൾ പല രീതിയിലുള്ള ഇലക്കറി കഴിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഇലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുത്തു. അങ്ങനെ വേവിച്ചെടുത്തപ്പോൾ കണ്ടോ അത് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നോൺ വെജ് മാത്രം കഴിക്കുക. അതൊക്കെ ഓക്കേ.